ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിയോൻ പുത്രിക്ക് നൽകുന്ന താക്കീത് എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഗർഭിഷ്ഠമായ രീതിയിൽ ജീവിതം നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന തകർച്ചകളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വരുന്ന സൗഭാഗ്യങ്ങളെല്ലാം എടുത്തുമാറ്റതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അവിടുന്ന് ഇപ്രകാരം പറയുന്നു: നിന്റെ ശിരസ് ചിരങ്ങ് കൊണ്ട് നിറയും. രണ്ടാമത് പറയുന്നത്, നീ നഗ്നയായിത്തീരും. അന്ന് കർത്താവ് നിന്റെ പാദസരത്തിൻ്റെ അലങ്കാരവും നിന്റെ ശിരോവസ്ത്രവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും തോൾ വളയും കണ്ടപടവും അരപ്പട്ടയും സൂന്തച്ചിമിഴും ഏലസും മൂക്കുകുത്തിയും വിലപിടിപ്പുള്ള പട്ടുവസ്ത്രവും ലോലമായ വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും എല്ലാം അവിടുന്ന് എടുത്തു മാറ്റും. നിന്റെ പുരുഷന്മാർ വാളിന് ഇരയാവും. പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും. തുടർന്ന് പറയുന്നത്, നീ നഗ്നയായി തറയിലിരിക്കും. നിനക്കുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എടുത്തു മാറ്റി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നീ തീരുന്നതിനെക്കുറിച്ച് ദൈവം ഒരു സൂചന നൽകുകയാണ്. ഗർഭിഷ്ഠര്, എളിഞ്ഞു നടക്കുന്നവർ, കടക്കണ്ണെറിയുന്നവർ, പാദസരം കിലുക്കി അലസഗമനം നടക്കുന്ന സിയോൻ പുത്രിക്ക് നൽകുന്ന താക്കീതാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിലായിരിക്കുമ്പോൾ, ലോകം ഓടുന്ന പോലെ ഓടുമ്പോൾ, ദൈവമക്കൾക്ക് അങ്ങനെ ഓടുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവചിന്തയോടുകൂടി മുന്നോട്ട് പോകണം. അമിതമായി എല്ലാം മറ്റുള്ളവർ കാണിക്കുന്ന പോലെ ചെയ്ത് കൂട്ടുവാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥമായ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. നീ മറ്റെന്തിനേക്കാളും വിലയുള്ളതാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 1 മുതൽ തിരുവചനം വായിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ദൈവത്തിന് എത്രമാത്രം വിലയുണ്ടോ അത്രമാത്രം വില ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ പുത്രനായ മിശിഹായെ കുരിശുമരണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ചത്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത്. അതെ, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ദൈവമുണ്ട്. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നവനാണ്. എൻ്റെ പാവങ്ങൾ ഏറ്റെടുത്തവനാണ്. എനിക്ക് സ്വാതന്ത്ര്യം നൽകി ദൈവമകനെന്നുള്ള ദൈവമകനെന്നുള്ള അവകാശം നൽകി എന്നെ നയിക്കുന്ന ദൈവത്തിന് മുൻപിൽ എളുപ്പപ്പെട്ടുള്ള ജീവിതം നയിക്കുവാൻ തക്കവിധം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി നിങ്ങളെന്നെ കാണുന്നില്ല. കാരണം ഞാൻ എൻ്റെ കുടുംബപരമായ ചില കാര്യങ്ങളിൽ വ്യഗ്രത നിറഞ്ഞവനായിരുന്നു. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ ആയിരുന്നതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി എനിക്ക് സുവിശേഷത്തിൻ്റെ വേലകളിൽ വ്യഗ്രചിത്തയോടെ ആയിരുന്നതുകൊണ്ട് സുവിശേഷ വേലകളിൽ സമാധാനത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. പ്രിയ സഹോദരങ്ങളൊരു സന്തോഷകരമായ വാർത്തയുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, എല്ലാവരും ഡോക്ടർമാരൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ക്യാൻസർ രോഗി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം വർഷങ്ങളായി കുമ്പസാരിക്കാതിരുന്ന ആ സഹോദരി കുമ്പസാരിക്കുകയും
എല്ലാവരോടും നന്ദി പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അവൾക്ക് സമാധാനം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെ സൗഖ്യത്തിലേക്ക് ദൈവം നയിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ആ മകളുടെ മേൽ നീ ചൊരിഞ്ഞ കരുണയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി അവിടുന്ന് കാണിച്ച സ്നേഹവും മാനസാന്തരപ്പെടുവാനും കൂടെ കൂടെ കുമ്പസാരിക്കണമെന്ന് ആ മകൾ പറയുകയുണ്ടായി. പാവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ വീണ്ടും വീണ്ടും കുമ്പസാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കണമെന്നൊരു ചിന്ത അവൾക്കുണ്ടായി. ദൈവമേ, അങ്ങ് മുൻകൈയെടുത്ത് മാനസാന്തരത്തിന് വേണ്ടുന്ന ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധം നീ അവളെ ഉപയോഗിച്ചതിനും നിങ്ങളേവരുടെയും പ്രാർത്ഥനകൾ ആ മകൾക്ക് വേണ്ടി നൽകിയതിനും ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവം എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടിയും പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.